ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അൽഗോരിതം ബിൽഡിംഗ് നമ്മളിപ്പം ഡേറ്റ ക്യാപ്ചറിങ്, ഡേറ്റ പ്രീ പ്രോസസ്സിങ്, ക്ലീനിങ്, വിഷ്വലൈസേഷൻ, EDA ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറേയൊക്കെ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മോഡലിംഗ്. നമുക്ക് ഈ പറയുന്ന ഡേറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മോഡൽസ് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് വരുന്നത്. സോ അതിന് മുന്നേ നമുക്കതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. സോ അൽഗോരിതത്തിന് സ്വയമേ മോഡൽസിന് സ്വയം ലേൺ ചെയ്യാൻ പഠിക്കുക, നമുക്ക് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രഡിക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും മോഡലിംഗ് എന്ന് പറയുന്ന പർപ്പസിൽ മെയിനായിട്ടും വരുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഇതിലുള്ള അൽഗോരിതത്തിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ലേൺ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അവിടെ നമുക്ക് 3 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് അൽഗോരിതംസ് ആണ്. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു AI ക്യാമറ, ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഫൈൻ അടയ്ക്കുന്ന അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജ് ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്യുന്നൊരു അൽഗോരിതം. ഈ അൽഗോരിതം ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ അൽഗോരിതത്തിലൂടെ നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യും. ഡേറ്റ ഫീഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെച്ചതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇമേജസ് നമുക്കതിൽ എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ അൽഗോരിതത്തിനോട് പറഞ്ഞു കൊടുക്കുവാണ് എന്തൊക്കെയാണ് ഏതൊക്കെ ഇമേജസിൽ നമുക്ക് ഹെൽമെറ്റ് ഉണ്ട്, ഏതൊക്കെ ഇമേജസിൽ ഹെൽമെറ്റ് ഇല്ലാത്ത ഇമേജസ് ഏതൊക്കെയാണ് എന്നുള്ള ഉദാഹരണ സഹിതം നമ്മളതിന് ആദ്യമേ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഡേറ്റയിൽ നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെ ഫീച്ചർ എന്നും പറയും. ഫീച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് ആ ഓരോ ഇമേജിനും നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ലേബൽ സഹിതമാണ് നമ്മൾ പറയുന്നത്. സോ അത് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടിൽ വരേണ്ട കാര്യമാണ്. സോ ആ ഉദാഹരണം സഹിതം നമ്മൾ അതിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ലേബൽ എന്ന് പറയും. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ അൽഗോരിതത്തിന് ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് കാണിച്ചതിന് ശേഷം അത് ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനോട് പറയും. അതിനുശേഷം ആ പാറ്റേൺ മനസ്സിലാക്കിയ ശേഷം ഒരു പുതിയ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെൽമെറ്റ് വെച്ചിട്ടുള്ളതാണോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് ലേബൽ എന്നുള്ളത് അത് പ്രിഡിക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻഫർ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള അൽഗോരിതത്തിൽ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. സോ ഇവിടെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒന്നിലധികമോ മനുഷ്യരിരുന്നിട്ടാണ് ഈ ഇമേജസിനെ ആദ്യമേ തന്നെ ഫസ്റ്റ് ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഇമേജ് ഇതാണ്, വയ്ക്കാത്ത ഇമേജ് ഇതാണ് എന്നുള്ള രീതിയിൽ അതിനെ ആദ്യമേ തന്നെ ലേബൽ ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ലേബലിംഗ് നമുക്ക് ഉണ്ടാവില്ല. എല്ലാ ഡേറ്റയിലും ഇങ്ങനത്തെ ലേബലിംഗ് ഉണ്ടാവില്ല. ഇല്ലാത്ത കേസുകളിൽ ഒന്നുകിൽ നമ്മൾ മാനുവലായിട്ട് ഇരുന്ന് അനോട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഒരു റീറ്റെയിൽ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന ആളുകൾ, ഈ ആളുകൾ പല ലൊക്കേഷനിൽ നിന്നുള്ള ആളുകളുണ്ടാവും, പല ഏജിലുള്ള ആളുകളുണ്ടാവും, പല മെയിൽ ഫീമെയിൽസ് ഉണ്ടാവാം, പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നോക്കുന്ന ആളുകളുണ്ടാവാം. സോ ഇതെല്ലാം പല രീതിയിലാണ്. അപ്പം നമുക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കുറേ ഒരുപാടുണ്ടാവും. ഏജ്, ടൈം, ലൊക്കേഷൻ, ജിയോഗ്രാഫിക്, GPS കോർഡിനേറ്റ്, അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അവിടെ നമുക്ക് സത്യത്തിൽ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ പറയാൻ സാധിക്കൂ. നമ്മൾ ആ പ്രോബ്ലത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വെച്ചിട്ട് അല്ലെങ്കിൽ ഏജ്, ലൊക്കേഷൻ ഇങ്ങനെയുള്ള കാര്യം വെച്ചിട്ട് ഇയാൾ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പറ്റുമായിരിക്കും. കാരണം എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ. അല്ലാത്ത കേസുകളും ഉണ്ട്. ഉദാഹരണത്തിന്
ഇയാൾ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മുന്നേ കൂട്ടി അറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആൾ ഒരിടത്തും ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് അറിയാൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ എൻ്റയർ ഡേറ്റ സെറ്റിനെ, ഇങ്ങനെയുള്ള ആളുകളുടെ ഇൻഫർമേഷൻ, നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിലോട്ട് പാസ് ചെയ്യുകയും ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് ഇതിനെ പല ക്ലസ്റ്ററുകളാക്കി തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ ഓരോ ക്ലസ്റ്ററിനും എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ രണ്ടോ അതിലധികമോ ക്ലസ്റ്റേഴ്സായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത് ആ ക്ലസ്റ്ററിൽ എന്താണ് കോമൺ ആയിട്ട് അവർക്കെല്ലാവർക്കുമുള്ള കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്നുള്ളത്. ചിലപ്പം ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ്ജറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കുകയും വാങ്ങുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കാം. വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത്സ്, ഔട്ട്ഫിറ്റ്സ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. സോ അത് നമ്മൾ മാനുവലായിട്ട് നോക്കുമ്പോൾ മാത്രമാണ് ഓക്കെ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 തമ്മിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഇതാണ് ഇവരുടെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല ഓൺ വാട്ട് ബേസിസ് ആയിരിക്കും അൽഗോരിതം ഈ ഗ്രൂപ്പിംഗ് നടത്തുന്നത് എന്നുള്ളത്. നമുക്ക് അത് മാനുവലായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ഇത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ യൂസർ ഇവിടെ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഗ്രൂപ്പ് 1 വരുന്ന, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് 1 പെടാൻ സാധ്യതയുള്ള ആളാണോ അതോ ഗ്രൂപ്പ് 2 പെടാൻ സാധ്യതയുള്ള ആളാണോ എന്നുള്ളത്. സോ ഏത് ഗ്രൂപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആൾക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും അവർ ആ പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനോ ഉള്ള സാധ്യത കൂടും. അത് റവന്യൂവിലൊരു ഇൻക്രീസ് കൊണ്ടുവരികയും ചെയ്യും. സോ അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ്സിൽ വരുന്നത്. മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ലേബൽ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓൾറെഡി നമ്മുടെ ഡേറ്റ സെറ്റിൽ അവൈലബിൾ അല്ല. അതായത് അയാൾ ഗ്രൂപ്പ് 1 ആണോ ഗ്രൂപ്പ് 2 ആണോ, ഗാഡ്ജറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണോ അതോ ഔട്ട്ഫിറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണോ എന്നുള്ളത് ഡേറ്റ സെറ്റിൽ ഓൾറെഡി അവൈലബിൾ അല്ല. നമ്മൾ അത് ഗ്രൂപ്പിംഗ് വഴിയും ദെൻ മാനുവൽ ഇൻസ്പെക്ഷൻ വഴിയുമാണ് ആ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അൽഗോരിതംസ്, അങ്ങനെയുള്ള ടെക്നിക്സ് എല്ലാം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. ഇനി തേർഡ് ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആണ്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്ലോറൊക്കെ മോപ്പ് ചെയ്യുന്ന റോബോട്ട്സ്, അത് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് അൽഗോരിതം വഴി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. അത് ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഓവർ ദ ടൈം ആയിരിക്കും എങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കണമെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു മെയ്സ് നാവിഗേഷൻ പോലുള്ളൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് റിവാർഡും ഇൻകറക്റ്റായിട്ടൊരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റിവാർഡും എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഒരു സിസ്റ്റം, ഒരു ലേണിംഗ് സിനാരിയോയിൽ നമ്മളതിനെ ഇട്ട് സിമുലേറ്റ് ചെയ്താണ് ആ ഒരു ലേണിംഗ് നടക്കുന്നത്. സോ ആദ്യമൊക്കെ കുറേ മിസ്റ്റേക്സ് വരുത്തുമെങ്കിലും ഈ റിവാർഡ് മാക്സിമൈസ് ചെയ്യാനുള്ള രീതിയിൽ അതിൻ്റെ അൽഗോരിതത്തെ ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ഓവർ ദ ടൈം ഇത് അൽഗോരിതം ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ചെയ്തെടുക്കാനായിട്ടുള്ള രീതിയിൽ ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ മെയ്സ് നാവിഗേഷൻ, റോബോട്ട് ഫ്ലോർ നാവിഗേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ യൂസ് കേസിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം തന്നെ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന അൽഗോരിതംസും ഓരോന്നും ഡിഫറെൻറ്റ് അൽഗോരിതംസാണ്. ഓരോ കാറ്റഗറിയിലും മൾട്ടിപ്പിൾ അൽഗോരിതംസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്, അതിൽ പോപ്പുലറായിട്ടുള്ള അൽഗോരിതംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം. ബട്ട് റൈറ്റ് നൗ ഏത് അൽഗോരിതം തന്നു കഴിഞ്ഞാലും ഈ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും പെടുന്നതായിരിക്കും അത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്.